சார் ஏதாவது வேலை இருக்கா? ஓ அம்பி தமிழா? தம்பி தமிழா? ஆமா. உனக்கு என்ன வேலை தெரியும்? இன்னைக்கு எரிச்சு விட்டு நன்னாய் தெரியும் சார். அந்த மாதிரி வேலையும் கிடையாது தம்பி. ഹലോ ബാനർജി പണിക്കൊടുക്കൽ ഓഫീസ് സ്പീക്കിംഗ്. ബാനർജി ലേബർ സപ്ലൈ ഓഫീസ് സ്പീക്കിംഗ്. പറഞ്ഞോളൂ. എത്ര ദിവസമായിട്ട് ഒരു വീഡിയോ എഡിറ്ററിനെ ഇങ്ങോട്ട് വിടാൻ പറഞ്ഞിട്ട് കച്ചവടം കോപ്പില്ല. ഇന്നെ ഒരാളെ വിടാൻ നിൽക്കരുത് സാറേ. ഇരിക്കണവിടെ ഇന്നിവിടെ നാളെ വിടാൻ പറയുന്നത് റോക്കറ്റാ. ഇന്നും കൂടി ഞാൻ നോക്കും. നാളെ ആളെ കണ്ടില്ലെങ്കിൽ കളി മാറും. ഓക്കെ സാർ. അണ്ണാ ഉനക്ക് ഇന്നേക്കൊരു ഇന്റർവ്യൂ ഇരിക്ക്. ஆமா அப்படியா? தங்கம் சார் நீங்க தங்கம். അണ്ണാ നീ മുതൽ ഒരു കാര്യം നോട്ട് പണിക്കോ. ഇറച്ചിയെ അവര് പ്രൊജക്ട് അല്ലെങ്കിൽ ഐറ്റം ഇന്ന മാതിരിയൊക്കെ சொல்லும். അപ്പൊ നീ ആമാന്ന് പറയണം. എപ്പടി പറയണം? ஆமா. അവർക്ക് മ്യൂസിക് ரொம்ப പിടിക്കും. நான் ஏட்டு சார். சார் ഉള്ള വരട്ടുമാ? ഇതെന്താ തമിഴനാ? ആരേലും ആവട്ടെ, കഴിവുണ്ടായി മതിയായിരുന്നു അല്ലേ? കഴിവ് എരിപ്പോട്ടിരുന്നാ മതി. വരൂ, ഇരിക്കൂ. எக்ஸ்பீரியன்ஸ் உண்டோ? ஆமா இருக்கு. 4-5 வருஷம் போதுமா? இனி கொஞ்சம் வேணுமா? ഓ ധാരാളം. ഒരു പ്രൊജക്ട് തന്നാ എത്ര നേരം കൊണ്ട് മുടിച്ചു തരും? മുടിച്ചു തരും. ഇറച്ചിയെ അവര് പ്രൊജക്ട് അല്ലെങ്കിൽ ഐറ്റം ഇന്ന മാതിരിയൊക്കെ சொல்லும். சார் அது ஸ்மாலா கட் பண்ணதுக்கா ஒரு 10-20 நிமிஷம் பிடிக்கும். இனி பெருசாத்தா ஒரு 5 months பிடிக்கும். വാവ്, പ്രമാദം. അടുത്ത ചോദ്യം, മ്യൂസിക്കും കട്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധർക്കാ? என்ன ചോദ്യ சாமி? சங்கீதம் அறிந்தோறும் அகலும் கூடனா மகா சாகரம். ஆமா சார், மியூசிக்கு மேட்ச் பண்ணதா கட் பண்ணாரு. വാവ്, ஒரு வாட்டி மியூசிக்கல் அழிஞ்சு விரல் வர கட் பண்ணிருக்கேன். എന്നിട്ട് தூக்கம் கூடிடுச்சு. ഓക്കെ മിസ്റ്റർ അമ്പി, അല്ല തമ്പി, ലാസ്റ്റ് ചോദ്യം കേട്ടത്. ചില ക്ലയൻസ് ഉണ്ടോ ആ പീസിന്റെ നീട്ടം കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ പീസ് ഒഴിവാക്കാൻ പറ്റുമോ? അങ്ങനത്തെ ക്ലയൻസിനെ എന്ത് ചെയ്യും? நான் அதிகம் மலையாள சினிமா காணாறில்லே. ஆனா இன்னைக்கு ஒரு சினிமா டைலாக் ஞாபகம் வருது. நீங்க ஒரு கல்யாணம் கழிச்சு வரும் போது அவக்கு ஆവശ്യമുള്ളதா மட்டும்தான் கொண்டு வரா. அதுக்கு கை இருக்கும், கால் இருக்கும், மூக்கு இருக்கும், வாய் இருக்கும், அப்ப கொஞ்சம் நெய் இருக்கும். പറ്റിയച്ച എടുക്ക, ഇല്ലെങ്കിൽ പൊങ്ക. പിന്നെ സാലറി വെച്ച് പേരക്കുട്ടി കൊടുക്കുമ്പോ നിന്റെ പൊക്കി